ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നപ്പോൾ ഞാൻ വെറൈറ്റി ആയിട്ട് ഒരു ഉച്ചയോടെ ഇടാമെന്ന് വിചാരിച്ചു. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണേ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഉച്ചയോടിനായിട്ട് ആദ്യം ഞാൻ അരി അടുപ്പത്തേക്ക് ഇടുവാണ്. അരി നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇടുകയാണ്. പെട്ടെന്ന് വേവുന്ന അരിയാണ്, നമ്മുടെ നാട്ടിലെ അരിയല്ല. അപ്പോൾ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു വിസിലടിക്കുമ്പോൾ തന്നെ വെന്ത് കഴിയും. ഒരു വിസിൽ പെട്ടെന്ന് ആവി തുറന്ന് വിട്ട് വേണം എടുക്കാൻ. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഒരു ചിക്കൻ ഫ്രൈ വെക്കാമെന്ന്. ചിക്കൻ ഫ്രൈ വെക്കാൻ വേണ്ടി ചിക്കൻ എടുത്ത് നല്ല കുതിർക്കാനൊക്കെ ഇട്ട് ഞാൻ പിന്നെ അവിടെ തുടച്ചൊക്കെ വൃത്തിയാക്കി. അത് കഴിഞ്ഞ് വീട്ടിലെ തൂപ്പും തുടപ്പും എല്ലാം അങ്ങ് ചെയ്തു. കാരണം ആ സമയം കൊണ്ട് ചിക്കൻ അവിടെ അലിഞ്ഞ് കഴിയും. തുടച്ചൊക്കെ വന്നപ്പോൾ ചിക്കൻ എല്ലാം നല്ല അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ആദ്യം മുട്ടയുടെ വെള്ളം എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടുക. ഞാൻ ഒരു സ്പൂൺ ഇട്ട് വീണ്ടും ഒരു സ്പൂൺ ഇട്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഉപ്പ്, ഗരം മസാല ഇട്ടില്ല, ചിക്കൻ മസാല ഇട്ടോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും മുളക് പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചിരുന്ന് കഴിഞ്ഞിട്ടാണ് ഫ്രൈ ചെയ്തത്. എണ്ണയ്ക്കകത്തോട് ചൂടോടെ അങ്ങോട്ട് ഫ്രൈ ചെയ്ത് നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് നല്ല ടേസ്റ്റിയാണ്. കുരുമുളകും എല്ലാം ഇട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാത്തിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നല്ല ടേസ്റ്റാണ്. അത് ഞാൻ ചെറിയൊരു ബീൻസ് തോരൻ വെച്ച് അതിൻ്റെ റെസിപ്പി നേരത്തെ ചാനലിട്ടുണ്ട്. പിന്നെ നല്ല കുറുകിയ സൂപ്പർ മോരേറി വെച്ചു, അതും ഞാൻ ചാനലിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാണ് ഉണ്ടാകാൻ പോകുന്നത്. ചോറ് വിളമ്പി, അത് കഴിഞ്ഞ് തോരൻ വിളമ്പി. ബീൻസ് തോരൻ നല്ല സൂപ്പറാണ്. ബീൻസ് തോരൻ വിളമ്പി, പിന്നെ ചിക്കൻ ഫ്രൈ വിളമ്പി, അടിപൊളി ഒരു മാങ്ങാച്ചാറ്. അതിൻ്റെ റെസിപ്പി ഇട്ടിട്ടില്ല, വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ റെസിപ്പി ഇടാം. പിന്നെ കുറച്ച് ക്യാരറ്റ് മുറിച്ചതും കൂടെ കൂട്ടിയാണ് കഴിച്ചത്. നല്ല ഹെൽത്തി ലഞ്ചാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വളരെ ടേസ്റ്റിയാണ്. മറക്കല്ലേ, കമൻറ്റ് ചെയ്യണേ.